ഞാൻ വാസ്തുശാസ്ത്രം പഠിക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്താണ് ഈ വാസ്തുശാസ്ത്രത്തെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ വന്നിട്ട് കൂടുതലും അവരിതൊക്കെ നോക്കിയിട്ട് ദിശകളും കാര്യങ്ങളും നോക്കി അവർക്ക് ഓരോ സ്ഥാനങ്ങളുണ്ട്. അതനുസരിച്ചിട്ടോ ഈ വീടുകൾ വെക്കുക അല്ലെങ്കിൽ എല്ലാം ചെയ്യുള്ളൂ. ഓരോ സ്ഥാനങ്ങൾ അനുസരിച്ചിട്ടാണ് കിച്ചൺ വെക്കണേയും മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഇന്റീരിയൽ ഫിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ സാധനങ്ങളൊക്കെ ചേഞ്ചസ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഞാനത് ചെയ്തത്. അപ്പൊ അതനുസരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പഠിച്ച് ഞാൻ പിന്നെ ഹൈദരാബാദിൽ തമിഴന്മാരത് അങ്ങനെ രണ്ട് മൂന്ന് ടീമിന്റെ ഇതിൽ പഠിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി വന്നതും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ തോന്നിട്ട് ഞാനത് പഠിച്ചു. നമ്മുടെ സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നതിന്റെ ഒപ്പം തന്നെ സൂര്യന്റെ ഒരു ചലനം ഉണ്ടെന്ന് പറഞ്ഞു. സൂര്യൻ പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുന്നതിന്റെ ഒപ്പം തന്നെ സൂര്യൻ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു സഞ്ചാരം ഉണ്ടെന്ന് പറയുന്നത്. അല്ല, സോറി, ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്ന വെച്ചാൽ പടിഞ്ഞാറുന്ന് കിഴക്കോട്ട് രാവും പകലും ഉണ്ടാവും. അതുകൂടാണ്ട് ഭൂമിയുടെ ഒരു ചലനമുണ്ട്. ഭൂമിയുടെ ചലനം വടക്ക് കിഴക്കോട്ട്, വടക്ക് കിഴക്ക് മൂല എന്ന് പറയില്ല, ഈശാന മൂലയിലേക്ക് ആ രീതിയിലാണ് ചലിക്കുന്നത്. 90-45 ഇതിൽ. അപ്പൊ ആ രീതിയിലാണ് ഭൂമി സൂര്യനെ വലം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചാല് ഇപ്പോ ഇതൊക്കെ പുരാണമാണ്. ഹിന്ദു കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് പുരാണങ്ങളിൽ പണ്ട് പഠിച്ചിട്ട് എന്നുവെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പള്ളികളൊക്കെ പണിയണമെന്ന് വെച്ചാല് ആ ഒരു ഡിഗ്രിയിൽ ചരിച്ചിട്ടായിരിക്കും എപ്പോഴും പണിയുക. പള്ളികൾ പണിയുക എന്ന് വെച്ചാൽ ആ ഈശാന്യ കോണത്തിലേക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു വടക്ക് കിഴക്ക് നോക്കിയിട്ട് ആ ഡയറക്ഷനിലേക്ക് ആയിരിക്കും എപ്പോഴും പണിയേണ്ടത്. വടക്ക് കിഴക്കിലേക്ക് അവിടെ നിന്ന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പള്ളികൾ അങ്ങനെ പണിയുന്നത്. അത് അപ്ഡേഷൻ ആയി കഴിഞ്ഞപ്പോൾ അവരും ഇതൊക്കെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവണമെന്ന് തോന്നുന്നു. അത് ഇതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് അറിഞ്ഞിട്ടോ. പക്ഷെ പള്ളികളൊക്കെ പണിയുന്ന പോലെ നമ്മൾ വീട് പണിതല്, പക്ഷെ നമ്മുടെ ഡോർ വെക്കുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ ഇതെങ്ങനെ ചെയ്യണം, ഇത് എന്താണെന്നുള്ളത്. അതിനിപ്പോ ഇതുകളുണ്ട്, പക്ഷെ അത് വീട് പണിയുമ്പോൾ അത്രയ്ക്ക് ബെനിഫിറ്റ് ആവില്ല. പള്ളിയുടെ ഡയറക്ഷനിൽ ചെയ്യുന്ന പോലെ തന്നെ വീട് പണിതത്. എപ്പോഴും നോക്കി ഏത് പള്ളി ഉണ്ടെങ്കിലും വടക്ക് കിഴക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കും ആ പള്ളി വെച്ചിട്ടുണ്ടാവുക. അത് ആ ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഓപ്പൺ സ്പേസ് ഇതായിരിക്കുള്ളൂ. അതിന് പിന്നെ ഡോറുകൾ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ വീടിനാണെങ്കിൽ കേട്ടോ. പള്ളിക്ക് പിന്നെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും വേണം. കൂടുതൽ ആൾക്കാരെ ഫോളോ ചെയ്യണം. അപ്പോഴൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ട് ഇത് ചെയ്യണത്. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ഫോണിൽ വിളിക്കണമെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇത് എങ്ങനെ ചെയ്യണം, വീടിന്റെ കറക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കും. എനിക്ക് സ്കെച്ച് കിട്ടണം, പിന്നെ വീടിന്റെ ചുറ്റുപാടുള്ള മതില് കാര്യങ്ങളെല്ലാം കിട്ടണം. അതൊക്കെ കിട്ടുമ്പോൾ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഉണ്ടാവണം.